അങ്ങനെ ഒരു ഗൂഢാലോചനയിൽ കൂടി ഒരു ഗ്യാങ് റേപ്പ് നടത്തിക്കണമെങ്കിൽ അതിന് പിന്നിൽ ഒരു മോട്ടീവ്, ഒരു കാരണം, ഈ വിക്ടിമിനോടുള്ള ഒരു വിദ്വേഷം, ശത്രുത ആർക്കെങ്കിലും ഉണ്ടായിരിക്കണം. കേസന്വേഷണ ഏജൻസി ആരംഭഘട്ടത്തിൽ പട്ടികയിൽ ചേർത്ത 1 മുതൽ 6 വരെ പ്രതികൾ അറസ്റ്റ് ചെയ്തവർ ജയിലിലായി. അതിനുശേഷം ബാലേന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തലാണ് ഈ കേസിന് ഒരു വലിയ വഴിത്തിരിവായി മാറിയത്. ഈ 8ാം പ്രതി ദിലീപ് ഈ ദൃശ്യം കണ്ടു എന്നാണ് ബാലേന്ദ്രകുമാറിൻ്റെ വെളിപ്പെടുത്തൽ. ഇപ്പോൾ ഒരു ഗൂഢാലോചന ആരോപിക്കുമ്പോൾ സാധാരണഗതിയിൽ നേരിട്ട് തെളിവുണ്ടാവുക അസാധ്യമാണ്. ഒരു ഗൂഢാലോചന കേസിലും സാക്ഷിമൊഴികൾ ഉണ്ടാകുക വളരെ കുറവാണ്. രേഖാമൊഴികളോ സാക്ഷിമൊഴികളോ ഉണ്ടാകുക കുറവാണ്. അത് സംബന്ധിച്ച് നിയമം, നമ്മുടെ പരമോന്നത നീതിപീഠം ഇന്ദിരാഗാന്ധിയുടെ വധക്കേസിലാണ്, കെഹർ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ കേസിലാണ് ഗൂഢാലോചന സംബന്ധിക്കുന്ന ആധികാരികമായ ഒരു വിധി പുറപ്പെടുവിക്കുന്നു. ഇപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ വധത്തിൽ ഇന്ദിരാഗാന്ധിയെ വധിച്ച 2 പേർ, സത്വന്ത് സിംഗും കെഹർ സിംഗും, ബിയാൻ സിംഗ്, സത്വന്ത് സിംഗും ബിയാൻ സിംഗ്, അവർ 2 പേര് മാത്രം ആ കേസ് ഒതുങ്ങിയാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു വൻ ഗൂഢാലോചന ഉണ്ടായിരുന്നു. ആ കേസിലാണ് സുപ്രീം കോടതി ആധികാരികമായി പറഞ്ഞത്, ഒരു ക്രിമിനൽ കോൺസ്പിറസി, ഒരു കുറ്റകരമായ ഗൂഢാലോചന എന്ന് പറയുന്നത് ഷെയറിങ് ഓഫ് തോട്ട്സ്, ആശയങ്ങളുടെ കൈമാറ്റമുണ്ടെങ്കിൽ അത് മതി